There is no 12, 10, 8, nothing like that. വർക്കിംഗ് സെറ്റ് പറഞ്ഞാൽ ഫെയിലിയർ വരെയാണ്. ആ ഇവിടെ നോർമൽ പുൾ ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഞാൻ ട്രാപ്സ് ഇവിടെ കയറാണ്ട് മൈൻഡ് മസിൽ കണക്ഷൻ ചെയ്തുകൊണ്ട് ഹൈപ്പർട്രോഫി ഫോക്കസ് ചെയ്യണ്ട്. എത്ര കഴിച്ചാലും തടിക്കൂല. ആലോചിക്കാൻ അസ്സലാമു അലൈക്കും. എന്താ പാട്? നല്ല പാട്. ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് ആരാ ഉള്ളതെന്ന് അറിയോ? മിസ്റ്റർ അലി റോക്സ്. ഇപ്പം ഇന്ന് നമ്മൾ സാധാരണ ചെയ്യാത്തൊരു സംഭവമാണ്. നമ്മൾ ഫുള്ള് ടോക്കിംഗ് ആയിട്ട് ചെയ്ത് ഇടയ്ക്ക് നമ്മളൊരു ബ്ലോഗ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇന്നൊരു ട്രെയിനിങ് സെഷനാണ്. ഇപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യണേ ചെസ്റ്റും ബാക്കും. കേക്ക് ഉണ്ടാവും. ആ മതി, കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്നത് അലിൻ്റെ തന്നെ ഷോപ്പിലാണ്, പ്രോട്ടീൻ ഹബ്ബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അലിനെ അറിയാത്തവർ കുറവായി കയറാം. അപ്പോൾ എങ്ങനെ വെച്ചാൽ പ്രോട്ടീൻ അതെന്താണ് അതിൻ്റെ ഒരു ഉദ്ദേശം? ബ്രദർഹുഡ് പ്ലസ് പ്രോട്ടീൻ, അതായത് ബ്രദർ ഫോർ ന്യൂട്രീഷൻ, ആ ഒരു മീനിങ്ങിൽ തുടങ്ങിയ സംഭവമാണ്. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ നമ്മൾ നോർമൽ ഇൻഫ്ലുവൻസർമാരെ പോലെയല്ല, ഒരു എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസൻസും ഉണ്ട്, അതിൻ്റെ കൂടെ സ്വന്തമായിട്ടൊരു ബിസിനസ്സും കൂടി റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മുപ്പരാപ്പോൾ ആദ്യമായിട്ടാണ് ട്രെയിനിങ് ചെയ്യുന്നത്. അപ്പോൾ എന്താണല്ലോ നമുക്ക് അവിടെ കാണാം. പ്രീ വർക്കൗട്ട് എടുത്തിട്ട് വാമ്പ്. സോ ദിസ് ഈസ് ആദ്യമായിട്ടാണ് പ്രീ വർക്കൗട്ട്. ഹൈഡ് എക്സ്ട്രീം പ്രീ വർക്കൗട്ട്. 2 സിപ്പ് എടുത്താൽ മതി. ഒരു സ്കൂപ്പ് എടുത്തു, ആ ഒരു സ്കൂപ്പിൽ ഒരു ഭാഗം എനിക്ക് കിട്ടിയാൽ മതി, ഒരു 3/4 ഭാഗം എനിക്ക് കിട്ടണം. മതി മതി, അത്ര വിളിച്ചാൽ മതി. ഓൾറെഡി 2 ആയിക്കിടെ, ഇനി കുടിച്ചാൽ പണിട്ടു. 2 കഴിഞ്ഞു. ഇത് കയ്പ്പ് തന്നെയല്ലേ, കഫീന. സോ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇൻട്രഡക്ഷൻ പറഞ്ഞപ്പോൾ അധികം വർക്കൗട്ടിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സോ വർക്കൗട്ടാണ് ചെയ്യാൻ പോണത് ചെസ്റ്റും ബാക്കുമാണ്. അതായത് കൂടുതൽ പേരും ചെയ്യാത്തൊരു സ്പ്ലിറ്റ് ചെയ്യാനത്. രണ്ടും വലിയ മസിലാണ്. ചിലവർ എന്ത് ചെയ്യും, ഒരു ദിവസം ഫുൾ ചെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഒരു ദിവസം ഫുൾ പുഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകണേ, ചെസ്റ്റും ബാക്കും. അപ്പോൾ ഈ ചെസ്റ്റും വരും ബാക്കും വരും, 2 വലിയ മസിൽസാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് ഹെവി ആയിക്കാണ്ട് നമ്മൾ ലെഗിൻ്റെ ആ ലെഗ് ഡേ എന്നുള്ളൊരു ആ ഒരു ഫീൽ നമുക്ക് ഇന്ന് വേണം. അപ്പം പാമ്പ് ചെയ്യാം. വർക്കൗട്ട് ചെയ്യണ ഉച്ചക്കാണോ? ഞാൻ ആദ്യമായിട്ടാണ് ഉച്ചക്ക് വർക്കൗട്ട് ചെയ്യണത്. നോക്കിയാൽ മുപ്പര് അങ്ങനെ ചെയ്യലായിരുന്നു. ഞാൻ ഉച്ചക്ക് വർക്കൗട്ട് ചെയ്തില്ല, പിന്നെ ഉച്ചക്ക് ശീലിപ്പിച്ചു. ഞങ്ങൾക്ക് ആ ഫ്രീ ടൈം കിട്ടുന്ന ഉച്ചക്കാണ്. സോ വർക്കൗട്ടിന് മുന്നേ എന്ത് ചെയ്യുക, വാമ്പ് ചെയ്യുക. വാമ്പ് ചെയ്യാൻ പറയുമ്പോൾ നോർമലി ചെയ്താൽ മതി, അത് സ്പെഷ്യലായിട്ട് പറയാനൊന്നുമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ലാഗാവും. അപ്പോൾ റൊട്ടേഷൻസ് നോർമലി നമ്മൾ ചെയ്യുന്ന നെക്ക് റൊട്ടേഷൻസ് ചെയ്യുക, അതേപോലെ ഷോൾഡർ റൊട്ടേഷൻസ് ചെയ്യുക, ചെസ്റ്റ് ബാക്ക്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ചെയ്തിട്ട് ജസ്റ്റ് ഹിപ്പ് ഒന്ന് ഇതായി കൊടുത്തിട്ട് അത് മതിയാവും. ഓക്കെ. ഇപ്പോൾ ഈ സൗത്ത് സൈഡ് ബോയ്സിലുള്ള ബിജിരാജ് എല്ലാവരും ഇങ്ങനെ തന്നെ, ഫുൾ ഇൻഫ്ലുവൻസർമാർ എല്ലാവരും. ഇപ്പോൾ ഇതാണ് പ്ലാന്, കണ്ടന്റ് ക്രിയേഷൻ, അതിന് കൂടെ ബിസിനസ്. ഓരോരുത്തർക്ക് ഓരോ ഇതുണ്ടാവും, ഡ്രീം ഉണ്ടാവും. ഞാൻ സപ്ലിമെന്റ് സ്റ്റോർ ഓപ്പൺ ചെയ്ത്, ഇതേപോലെ തന്നെ എഡിന് ഇതേപോലെ വേറെ സംഭവം നോക്കാൻ പ്ലാൻ ഉണ്ട്, ഗോകുലിനും പ്ലാൻ ഉണ്ട്. അങ്ങനെ ഓരോരുത്തർക്ക് ആ പ്ലാനിനനുസരിച്ച് ഞാൻ അവരിങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഒക്കെ ബിസിനസ് പല രീതിക്ക് ഉണ്ടാവുമല്ലോ, ഓരോരുത്തർക്ക് ഓരോ താല്പര്യകാരം. അപ്പം അതിലേക്ക് എത്താൻ നോക്കും ഓരോരുത്തർ. അപ്പോൾ ഓല മെയിൻ ഇൻകം സ്ട്രീം പ്രൊമോഷൻ ആയിട്ടോ? എല്ലായിടത്തും തന്നെ കാരണം എല്ലായിടത്തും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും ഈ പ്രൊമോഷനെ കൂടുതലേക്ക് ഇൻകം ഉണ്ടാക്കുന്നുണ്ടാവുക. സ്റ്റാർട്ട് ചെയ്യണോ? സ്റ്റാർട്ട് ചെയ്തേ. മെഷീൻസ് കുറവാണ്. അപ്പം എത്ര പറ്റാ? 4 1 വാമ്പ്, ഇതിന് 3 വർക്കിങ്, അതിൽ 2 വർക്കിങ് നോക്കാം. അതായത് നമ്മൾ ഇതിനനുസരിച്ച് കണ്ട് ഇപ്പോൾ ഇത് വാം സെറ്റാണ്. ചെറിയ വെയിറ്റിൽ അത് മൂവ്മെൻറ്റും കറക്റ്റാക്കുക, മസിലും പമ്പ് ചെയ്യുക. എൻ്റെ കൈ കുറച്ച് വലിപ്പം കൂടുതലാണ് എൻ്റെ കാട്ടിലും, പക്ഷെ ഐഡിയ പിടിക്കണം. ഇങ്ങനെ നോക്കുമ്പോൾ
അപ്പോൾ പല ബാറിനും പല വില വരുന്നുണ്ടാവുക അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നടക്കൂല. ഇവിടെ നിന്ന് ഈ ലെവൽക്ക് വരുമ്പോൾ 90 ഡിഗ്രി ആ ലെവൽക്ക് വരണം. അപ്പോൾ ആ ലെവൽക്ക് വേണം പിടിക്കാൻ. ഓക്കെ, അപ്പോൾ ഈ വില ഉണ്ടോ, ഈ വിലയിൽ നിന്ന് ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ. ഓക്കെ, ഞാൻ ആ വില പിടിച്ചത്. എൻ്റെ കഴിഞ്ഞ കുറച്ച് വലിപ്പം കൂടുതലുണ്ട്. അപ്പോൾ ആ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. കറക്റ്റ് ഇങ്ങനെ വരണല്ലോ. ഇനി എടുക്കുമ്പോൾ മനസ്സിലാവും എനിക്ക്. ഓട്ടെ പ്രശ്നമാവട്ടെ. ഒരുപാട് വൈഡായ മാതിരി. ഒന്ന് കുറച്ച് ഒന്ന് ഓക്കെ. ആ ആവട്ടെ. എന്താ അറിയോ, നമ്മൾ അധികം ക്ലോസ് കഴിഞ്ഞാൽ താഴത്തേക്ക് വരുമ്പോൾ കണ്ടി ഇങ്ങനെ ആവും. ഇങ്ങനെ വന്നിട്ട് പുഷ് ചെയ്യുന്ന സമയത്തെടുക്കാൻ പോയാൽ എനിക്ക് ട്രൈസാണ്. നിങ്ങൾ പുഷ്ണം ചെയ്യില്ലേ? അപ്പോൾ ഈ ട്രൈസ് നല്ലേക്ക് ഇത് വരും. അപ്പോൾ ഈ ഒരു ട്രൈസ് നമുക്ക് അധികം ഈ എൽബോ ഫ്ലക്ഷൻ അധികം വരാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വൈഡായി പിടിക്കുന്നത്. അപ്പോൾ ഉണ്ടോ, എൽബോ ഫ്ലക്ഷൻ അധികം വരില്ല. ചെസ്റ്റിന് ആ സ്ട്രെച്ച് കിട്ടും ചെയ്യും, ആ സ്ക്വീസ് കിട്ടും ചെയ്യും. ഈ പറഞ്ഞ പോലെ ഓവറായി വൈഡ് പിടിച്ചാൽ കുഴപ്പമാണ്. ഈ പറഞ്ഞ പോലെ ഓവറായി വൈഡായി കഴിഞ്ഞാലും പ്രോബ്ലമാണ്. ഉണ്ടോ, ഇതിൻ്റെ കറക്റ്റ് ഒരു 90 ഡിഗ്രി വരുന്നത് താഴത്തെത്തുമ്പോൾ. അതാണ് പ്രശ്നം. ഡംബലിന് ഹീലായിട്ടേ ഞാൻ ഡംബലിന് ഇതിങ്ങനെ സ്വിച്ച് ചെയ്തപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ ഇത് മെല്ലിനതാണ്, ചെറുതാകുമ്പോൾ കംഫർട്ട് ആവുക ചെയ്യുക. തടിച്ച് പിടിച്ച് ശീലായിട്ട് ഇത് കറക്റ്റാ. ആ Five, 6, 7, 30. ഒരു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ആവുന്നുണ്ട്, ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ പോവാ ഒരു സൈഡിൽ. ഇവിടെ ഗ്യാപ്പ് കൂടുതലും, ഇവിടെ മറ്റേ ഭാഗത്ത് ഇത്രക്കേ ഉള്ളൂ. 25 ലാസ്റ്റാ അതിനൊക്കെ പോവില്ല. കുഴപ്പമില്ല, അത് ഫസ്റ്റ് നമുക്ക് വരുന്നതിൻ്റെ പെട്ടെന്ന് മാറുമ്പോഴായിരിക്കും. അങ്ങനെ അത് ഞാനും പണ്ട് ഡംബിലൂടെ ഫുൾ ചെയ്തിരുന്നത്. പിന്നെ എനിക്ക് ഈ ലോവർ ബാക്ക് ഇഷ്യൂ വന്നതിന് ശേഷമാണ് ഞാൻ ഡംബിൽ ഒന്ന് മാറ്റിയാണ്ട് ബാറാക്കിയത്. ലോവർ ബാക്കിന് എന്താ? ലോവർ ബാക്കിന് എനിക്ക് പെയിൻ ഉണ്ടായിന്. ഇത് ചെയ്തിട്ടോ, ഇംഗ്ലീഷ് ചെയ്തിട്ടോ? ഇത് പല കാരണം കൊണ്ട് വന്നതാണ്. ഈ ഗ്ലൂട്ടിന് SI ജോയിന്റ് പെയിൻ പറയും. അതാണ് ആ വീഡിയോ ഇട്ടിരുന്നത്. ഒരു മസിൽ ഉണ്ട് ഒരു ഷോർട്ടായി കഴിഞ്ഞാൽ നമ്മളെ ഈ പെൽവിക്ക് ട്വിസ്റ്റ് ആവും. ട്വിസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അലൈൻമെൻറ്റ് തെറ്റും. പിന്നെ ഓരോ മസിലായിട്ടും അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കും, ഒരു പ്രൊട്ടക്റ്റീവ് സ്റ്റേജിലേക്ക് മാറും. ആ സമയത്ത് കുറേ മസിൽ ടൈറ്റ് ആവും. ഇതിന് ശരിക്കും ഇതിന് ആർച്ച് അധികം ആവശ്യമില്ല, പക്ഷേ ഷോൾഡർ ഇതാക്കും വേണം. എനിക്ക് ആർച്ച് ഇടുമ്പോഴാണ് കിട്ടുന്നത്, അത് ഫ്ലാറ്റാണ് കിട്ടണം എനിക്ക്. അതായത് ആർച്ച് ആലോചിച്ച് നോക്ക്, ഇത് പറഞ്ഞാൽ ഫ്ലാറ്റായി, ഫ്ലാറ്റ് പൊസിഷൻ നടക്കുന്ന പോലെ ഈ കിടക്കുന്നത്. ഈ ലെവലാകുമ്പോഴാണ് കണ്ടോ ഇംഗ്ലൈൻ ആവണത്. എത്ര പോയി? 10. 20 ആക്കണോ? നോക്കിയോ 8 കിട്ടോ അവിടെ? One, 2, 3, 4, 5, 6, 7, 8. അവിടെ ഒന്ന് കിട്ടി. ബാക്കിൽ ഉണ്ടോ? ഫ്രെയിമിലുണ്ടോ?
ഓവറെ അറച്ച് വെക്കാം. ടെമ്പിളാകുമ്പോൾ ഇപ്പോൾ അറിയില്ലേ അധികം, നമുക്ക് കറക്റ്റ് അറിയും. ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വരലുണ്ട്. അങ്ങനെ അത് ഇതാണ് എന്നാ പിന്നെ ആവാതെക്കോ. ഫുൾ ഇൻക്ലൈൻ ആക്കണേ, മറ്റേ പ്രസ് ആണെന്നുണ്ടെങ്കിലും ഫ്ലൈ ആണെങ്കിലും. കാരണം മെയിൻ ഫോക്കസ് അപ്പർ ചെസ്റ്റ് ആണ്. കാരണം കൂടുതൽ പേർക്കും വീക്കായി ഉണ്ടാവുക അപ്പർ ചെസ്റ്റിൻ്റെ കാര്യം. ഞാൻ പറഞ്ഞില്ല ഇപ്പം എൻ്റെ ഇതാണ് മെയിനായിട്ട് എൻ്റെ ആ വീക്ക് പോയിന്റ്സ് ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അപ്പറിന് രണ്ടെണ്ണം കൊടുക്കും, പിന്നെ ലാസ്റ്റ് ഒരു ഫ്ലൈയും കൊടുക്കും. അല്ല ആ ഫ്ലൈയും മൊത്തം കിട്ടും, ഓവറും ഫ്ലാറ്റും എല്ലാം കൂടി ആയിക്കാണ്ട്. അപ്പറിന് രണ്ടെണ്ണം ഒന്ന് ഈ ഫ്ലൈയും ഒന്ന് ഇംഗ്ലൈൻ പ്രസ് കൊടുത്തു. ആ ഇംഗ്ലൈൻ പ്രസ് നമുക്ക് ഈ ഒന്നെങ്കിൽ ഇതേപോലെ ചെയ്യാം, അല്ലെങ്കിൽ മെഷീനിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ ചെയ്യുന്ന പോലെ തന്നെ ഡംബലിൽ ചെയ്യാം. അതിന് മേലെ കൂടെ ഈ ഫ്ലൈ, ഈ അപ്പറിനുള്ള ഫ്ലൈ ആണ് കാണിച്ചത് കേട്ടോ. ഈ ഒരു സ്ട്രെച്ച് നമുക്ക് കിട്ടൂല. അതേപോലെ ഈ സ്ക്വീസും ഈ ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പം ശരിക്കും ലോ ആണെങ്കിൽ ഇത് കേബിൾ ചെയ്താൽ ഒന്നുകൂടി ഉഷാറാവും. ഞാൻ ഒരു ബെഞ്ച്, ഫ്ലാറ്റ് ബെഞ്ച്, പിന്നെ ഒരു ഇൻക്ലൈന്, ഡംബല്, പിന്നെ സാധാ ഫ്ലൈ, മെഷീൻ ഫ്ലൈ, അങ്ങനെ ചെയ്യും 3 എന്നുള്ള രീതിയിൽ. ഞാൻ 2 അപ്പറ് പിന്നെ ഒരു ഫ്ലൈ ഞാൻ അങ്ങനെ ആക്കണം. ഇപ്പം കറണ്ട്ലി ഇപ്പം അങ്ങനെയാണ്. അപ്പോൾ അപ്പം നല്ല ഫോക്കസ് കിട്ടും. വാമ്പ് കഴിഞ്ഞാൽ മതി. ഇത് ഫുള്ള് വർക്കിങ്ങാ. മറ്റേ ചെയ്തിട്ട് എനിക്ക് കിട്ടാതെ 50 കിട്ടി. മറ്റേത് നിങ്ങൾക്ക് ഇത്ര ലോഡായില്ലേ? ഇത് ചെയ്തപ്പോൾ പക്ക ലോഡായി. ഫ്ലൈന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഈ എറണാകുളം മെയിനായി ഫോക്കസ് ചെയ്യുന്ന ഫ്ലൈയാണ്. കറക്റ്റാണോ? ഇവിടെ ഫീൽ ചെയ്യാനായിട്ട് ഫീൽ ചെയ്യണ്ടോ? അതിന് നേരത്തെ അറക്കാൻ കേട്ടോ. അപ്പോൾ ഫോക്കസ് ചെയ്തിട്ട് അതിന് നേരെ ഇറക്കുക, പോങ്ങട്ടെ. ഓക്കെ, ഫ്രണ്ട് കൊയ്യോ, ഷോൾഡർ നേരല്ല, ചെസ്റ്റ് നേരെ, അങ്ങനെ കേട്ടോ. അങ്ങനെ അപ്പോൾ കിട്ടും. എൽബോ പോകേണ്ടി, രണ്ടും പോകണം. ഡംബലും പോകണം, എൽബും പോകണം. ചെസ്റ്റ് നേരെ, ഷോൾഡർ നേരല്ല, ചെസ്റ്റ് നേരെ. ചെസ്റ്റ് വലിയട്ടെ. അവിടെ ഓക്കെ, അങ്ങനെ പോട്ടെ. സ്ക്വീസ് ചെയ്തോ, ടോപ്പിൽ സ്ക്വീസ് ചെയ്യുക. മാക്സിമം സ്ട്രെച്ച് ചെയ്യുക, സ്ക്വീസ് ചെയ്യുക, മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. സ്ക്വീസ് നിനക്കോ മെല്ലെ പോയാൽ മതി. മെല്ലെ ചെസ്റ്റ് കൊണ്ട് തന്നെ പൊക്കി കൊണ്ടുപോയിക്കാണ്ട് അവിടെ സ്ക്വീസ് ചെയ്തിട്ട് മെല്ലെ ഇറക്കുക. ചെസ്റ്റ് കൊണ്ട് തന്നെ പൊക്കി കൊണ്ടുപോവുക, സ്ക്വീസ് ചെയ്യുക, മെല്ലെ ഇറക്കുക. ചെസ്റ്റ് കൊണ്ട് തന്നെ കൊണ്ടുപോവുക. ചോന്തു റെഡ് ആയിക്കണേ. ചെസ്റ്റ് കൊണ്ട് കൊണ്ടുപോവുക. നോക്ക് റെഡ് ആയി, നോക്ക് ചെസ്റ്റ് വന്നു, നോക്ക്. അത് കാണിച്ചെടുത്താ. എൻ്റെ ഫുള്ള് ടെക്നിക്ക് ഫോക്കസ്ഡ് ആണല്ലോ. ഞാൻ കുറച്ച് വെയിറ്റ് കൂടുതൽ ഇട്ടുന്നല്ലാതെ ടെക്നിക്കും എല്ലാ ഫോക്കസും ഇല്ല. ഞാൻ ഫുള്ള് വെയിറ്റ് ഓവറായിട്ടാണ് ഇഞ്ചുറി വരാം. അതുപോലെ സ്ട്രെങ്ത് അല്ല ഫോക്കസ് ചെയ്യേണ്ടി, മൈൻഡ് മസിൽ കണക്ഷൻ ചെയ്തുകൊണ്ട് ഹൈപ്പർട്രോഫിയാണ് ഫോക്കസ് ചെയ്യേണ്ടി. സ്ട്രെങ്ത് ഗ്രാജുവലി കൂട്ടി കൊടുത്താൽ മതി. ഈ പ്രോപ്പർ ഫോമിൽ ഇതിൽ സ്ട്രെങ്ത് കൂട്ടി കൊണ്ടുവരണം. അല്ല നമുക്ക് ആ ഒരു മസിലിന് ആ കണക്ഷൻ കിട്ടാതെ
എത്ര സ്ട്രെങ്ത് കൂട്ടും കാര്യമില്ല. ഈ പവർ ലിഫ്റ്റേഴ്സിനാണ്. പവർ ലിഫ്റ്റേഴ്സ് ഓൺലി ഒരു സ്ട്രെങ്ത് കൂട്ടാൻ മാത്രം ഒരു മെയിൻ ഗോള്. സ്ട്രെങ്ത്തും വേണമെന്നാണ്, പക്ഷെ പക്കാ സ്ട്രെങ്ത്തിൻ്റെ ഫോക്കസ് ആണ്. സ്ട്രെങ്ത് ഗ്രാജുവലി കൂടി വരും. ഈ ലെവലിക്ക് സ്ട്രെങ്ത് കൂടി കൊണ്ടുപോകുമ്പോൾ മസിൽ മാസ് അങ്ങ് മാക്സിമം ബിൽഡ് ചെയ്യാം. മറ്റേ ആൾക്കാരുണ്ടല്ലോ, അതായത് ഏവറേജ് സ്ട്രെങ്ത് വെച്ചാണ്ട് ഹെവി സ്ട്രെങ്ത് വെച്ചാണ്ട് ഫോമില്ലാതെ ചെയ്യാം. പക്ഷെ അവർക്ക് സ്ട്രെങ്ത് കൂടുതലേക്കാണ്. പക്ഷേ നമ്മളെ ഗോൾ മാക്സിമം മസിൽ ഫൈബേഴ്സ് മാക്സിമം ആക്ടിവേറ്റ് ചെയ്യുക. അതാണ്. ആ അങ്ങനെ സ്ട്രൈറ്റ് ചെയ്യാൻ ചെസ്റ്റ് സ്ക്വീസ് ചെയ്യും. ലാസ്റ്റ് ഇവിടെ ഇത് മതി. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒന്നുകൂടി ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്ലൈ ചെയ്യണത്. ഇത് കണ്ടോ തന്നെ മതി ടെസ്റ്റിന്, ധാരാളമാണ്. ആ പ്രോപ്പർ ലോഡ് കൂട്ടി കൊണ്ടുപോയി ഹൈപ്പർട്രഫി എപ്പോഴും അപ്ലൈ ചെയ്താണ് ഇങ്ങനെ കൂട്ടി കൊണ്ടുപോകുകയാണെങ്കിൽ നല്ല ഗ്രോ ആവും. ഞാൻ അപ്പുറം ഫോക്കസ് ആക്കണം. അപ്പോൾ അത് കഴിഞ്ഞു. അതായത് അപ്പർ ചെസ്റ്റിൻ്റെ 2 വർക്കൗട്ട്. ചെസ്റ്റിന് കഴിക്കാതെ മതി സാധാരണ, പക്ഷേ നമ്മൾ ഒന്നുകൂടി ഒരു ഫ്ലൈ കൂടി ലാസ്റ്റ് കൊടുക്കും. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കിൻ്റെ വർക്കൗട്ട്സാണ്. ബാക്കിന് നമുക്ക് ഈ ഒരു സംഭവം കൊടുക്കാണ്ട് അപ്പർ ബാക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഒന്ന് ലാറ്റ്സ് ഫോക്കസ് ചെയ്തിട്ട് ഒരു ലാറ്റ് പുൾ ഓവറും കൊടുക്കാണ്ട്. ഇത് കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ഫുൾ ഓടായി കിട്ടും. പിന്നെ വേണമെങ്കിൽ നമുക്കൊരു പുൾ ഓവറോ അല്ലെങ്കിൽ ഈ സിംഗിൾ ആം ഈ ലോവർ ലാറ്റ്സ് ഫോക്കസ് ചെയ്തിട്ട് റോ അങ്ങനെ അധികം ഒന്നും കൊടുത്താണ്ട് 3 വർക്കൗട്ടിൽ ബാക്കും 3 വർക്കൗട്ട് ചെസ്റ്റിനും വയ്ക്കാണ്ട് അങ്ങനെ ഫിനിഷ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാറെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ നേരെ നിന്നാണ്ട് ഇങ്ങനെ ആക്കലില്ല, അങ്ങനെ കയറില്ല. കുറേ പേര് അങ്ങനെ നിൽക്കുക. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇതാവില്ല, ആ വീ ടേപ്പർ കിട്ടില്ല. ഫസ്റ്റ് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, സൈഡിലേക്ക് ശരി ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇങ്ങനെ വെക്കാൻ. പിന്നെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇപ്പം ഇങ്ങനെ തള്ളി കൊടുത്താണ്ട് ഇങ്ങോട്ട് തള്ളി കൊടുക്കും, ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് നിർത്തുക. ചെറുതാവും ചെറുതായിക്കാണ്ട് ഷോൾഡർ ഇപ്പോൾ കുറച്ചുണ്ടായതാണ്. ഇതല്ലേ എൻ്റെ ആംസ് ഇങ്ങനെ നിൽക്കണ സമയത്ത് ഇവിടെ ചമ്മി നിൽക്കും, ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ഇങ്ങനെ ഇത് മാത്രം വലുതായി നിൽക്കേ. ഇപ്പം എന്താ ഇപ്പോൾ കുറച്ച് ഇങ്ങനെ കഴിഞ്ഞു. നമുക്ക് ഞാൻ ട്രാപ്സ് ഇവിടെ കയറാണ്ട് അപ്പോളെ ഞാൻ നിൽക്കുമ്പോൾ കുറച്ചെങ്കിലും ഒരു ബാലൻസ് വരുള്ളൂ. ഇത് വരുമ്പോൾ എന്നാൽ ഞാൻ കട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ചെറുതാവും. അതായത് ഇല്ല മസിലൊക്കെ ഒന്നുകൂടി ഒന്ന് ഷ്രിങ്കാവും. ഒരു വർഷം എനിക്ക് ഞാൻ മിനിമം ഒരു 6 മാസം മിനിമം കളിക്കണം, എന്നാലേ കയറി കിട്ടുള്ളൂ മസിൽ. എന്നാലേ കട്ട് ചെയ്യുമ്പോൾ എന്നാലേ സൈസ് ഉണ്ടാവുള്ളൂ. ഇത് ചെയ്യാം. സോ അടുത്ത വർക്കൗട്ട് ബാക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ബാക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ റേഡൽട്ട് ഇന്ന് ചെയ്യുന്നുണ്ട്, നാളെയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ റേഡൽട്ടിൻ്റെ കൂടെ തന്നെ നമ്മൾ അപ്പർ ബാക്കത്തെ കുറച്ച് മസിൽസ് ഫോക്കസ് ചെയ്യും. അതിനാണ് നമ്മൾ ഇതിന്മേ നമ്മൾ റിവേഴ്സ് ഫ്ലൈ കൊടുക്കുന്നത്. അത്രക്കും സ്ട്രെച്ച് കൊടുത്ത് ബാക്കിന്. എന്നിട്ട് നമ്മൾ പുള്ളി ചെയ്യുന്ന സമയത്ത് റേഡൽട്ട് മാത്രമല്ല ബാക്കും കൂടി സ്ക്വീസ് ചെയ്യും. ഫുൾ സ്ട്രെച്ച് ബാക്ക് സ്ക്വീസ് ചെയ്യാം.
3 4 5 6 7 8 ഓ കാണണ്ട എനിക്ക് ഞാൻ ഓടാണത്. ഫോണ് അങ്ങനെ ബാക്ക് വാ കാരണം ഇവിടുന്ന് അങ്ങനെ പോവാണ്. പക്ഷെ ബാക്ക് വാ. ആ ഇനി ഇവിടുന്ന് കൈ ഒന്ന് താഴത്തും കൊടുക്കുക, ഒന്ന് മേലെയും കൊടുക്കുക. ഇങ്ങനെ പോകണം കേട്ടോ. ഈ ലെവലിലേക്ക് നിൽക്കുമ്പോൾ ഇവിടെ വലിവ് വരും. അപ്പോൾ അത്രയും മടക്കണ്ട, ഇവിടെ സ്ട്രൈറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ബാക്ക് ചെറിയൊരു ബെൻഡ് മതി, വളരെ ചെറിയ ബെൻഡ്. ഓക്കെ 2 ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ 3 ഫുള്ള് വിട്. 4 ഫുള്ള് വിട്. 5 ഫുള്ള് വിട്. 6 7 8 സ്ക്വീസ് ചെയ്തോ അവിടെ ഫുള്ള് സ്ക്വീസ് ചെയ്തോ. ഇവിടെ ഷോൾഡറിനൊക്കെ വരുന്നുണ്ടോ സംശയം. 9 10 ഇവിടെ 11 ഇങ്ങോട്ടേ ഞാൻ അവിടെ ഓക്കെ. ഒന്ന് 2 3 ആ 3 പോയിന്റ് കിട്ടണം. അങ്ങനെ ഇപ്പോൾ ഡയറ്റൊക്കെ പോണേ. ഡയറ്റ് 2 നേരം ചിക്കൻ, 2 നേരം വേ പ്രോട്ടീൻ. കാബ്സ് പിന്നെ ഇഷ്ടമല്ല കഴിക്കും. എന്താണ് അവൈലബിൾ ആയി കാണുള്ളത് വീട്ടിലുള്ളത്? ഇപ്പം ചോറുണ്ടാവും, വീട്ടിൽ ചപ്പാത്തി ഉണ്ടാവും, ബ്രെഡ് ഉണ്ടാവും, ഓട്സ് ഉണ്ടാവും. എന്താണോ കൈ കിട്ടുന്നത്. ഷോപ്പിലൊക്കെ പോകുകയാണെങ്കിൽ അവിടുന്ന് വേ പ്രോട്ടീനും ഓട്സ് എടുത്താണ്ട് അങ്ങനെ കഴിക്കും. വീട്ടിലാണെങ്കിൽ വേ പ്രോട്ടീനും അതിൻ്റെ കൂടെ 150 ഗ്രാമോ 150 ഗ്രാം അതിൻ്റെ ഗോൾ. അത് കൂടിയാലും കുഴപ്പമില്ല. 150 എന്താ ഹിറ്റ് ചെയ്യണം. ബോഡി വെയിറ്റോ? എൻ്റെ ബോഡി വെയിറ്റ് ഇപ്പം കറൻ്റ്ലി 66 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇരട്ടീൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ കൊടുക്കുക. പ്രോട്ടീൻ കൂടിയ കുഴപ്പമില്ല. റിക്കവറി എല്ലാം നടന്നോട്ടെ. പ്രോട്ടീൻ കമ്മിയായാലാണ് കുഴപ്പം. കാബ്സ് അങ്ങനെയല്ല. കാബ്സ് കൂടിക്കഴിഞ്ഞാലാണ് സീൻ. എനിക്കല്ല, ബാക്കിയുള്ളവർക്ക്. ഈ ബോഡി റീകമ്പോസിങ് ചെയ്യുന്ന ആൾക്കാർക്കും ഫാറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കാബ്സ് ഭയങ്കര ലിമിറ്റ് ചെയ്യണം. എന്നാലും അവർക്ക് വിചാരിച്ച റിസൾട്ട് പോയി കിട്ടുള്ളൂ. പ്രോട്ടീനും കുറവാണ്. എനിക്ക് 100-120 കിട്ടുന്നുണ്ടാവുള്ളൂ. ചിലർക്ക് അത് മതി. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രോപ്പറാണെങ്കിൽ, ട്രെയിനിങ് ഒക്കെ അതിനനുസരിച്ച് പ്രോപ്പറാണെങ്കിൽ മുട്ട കഴിക്കില്ല. എഗ്ഗ് കഴിച്ചെങ്കിൽ പിമ്പിൾ വരാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഇന്നൊന്ന് കഴിച്ചു, 2 കഴിക്കാനിട്ടുള്ളൂ. പോവാ. ഹിഷാം NT. അങ്ങനെയാണോ? സെൻട്രലല്ല, അവിടെ 2 3 ahí va 4 ahí va വെയിറ്റ് കൂട്ടിയോ? വെയിറ്റ് കൂട്ടി 6 ahí va 7 8 പണിയുണ്ട് ഇവിടെ 9 ഞാൻ അവിടുത്തെ ശേഷമാണ് പോകുന്നത് വരെ. അവിടുന്ന് ഹാഫ് റെപ്സ്. 1 മതി ഇവിടെ
ആ ഇങ്ങോട്ടെ 2 ആ ഇവിടെ 3 ആ 4 ലാസ്റ്റ് വൺ ഓക്കെ 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 ഉണ്ട്. അതാണ് കളി. ഇതാരും ബാക്കിൽ കളിയെ കൂട്ടലില്ലല്ലോ? ഇല്ലല്ലോ? ഞാനോ? ആരും കൂട്ടലില്ല. ഒരു മുക്കാൽ ആൾക്കാരും ഇത് ബാക്ക് കളിയെ കൂട്ടില്ല. ഷോൾഡർ മാത്രമേ കൂട്ടും. ഈ സർട്ടിഫിക്കേഷൻ എടുത്തിണോ? നോർമൽ CPD എടുത്തു. സ്കില്ലിൻ്റെ റപ്സും എടുത്തില്ല. റപ്സൊക്കെ ഭയങ്കര എക്സ്പെൻസീവാ. ഞാൻ നോക്കണില്ലല്ലോ. നോക്കണം. ഓ ലാസ്റ്റ് സെറ്റ്. എല്ലാ പീസും വേറെ വേറെ കാണുന്നുണ്ട്. നരമ്പുണ്ടോ? നേരം ഇപ്പം എടുത്ത് വന്നതാ. പൊട്ടുന്ന സൗണ്ട് കേൾക്കണ്ടല്ലോ. പൊട്ടുന്ന സൗണ്ട് കേൾക്കണ്ടല്ലോ. ഷോൾഡർ ഈ വിഷയം എടുക്കല്ല ഒമേഗ 3? ഇല്ലല്ല. ഇവിടെ ആ പണിട്ടോ വെയിറ്റ് കൂടുതലേ 10 ഒമേഗ 3 എടുക്കണടാ. മസ്റ്റാ. ഇൻഫ്ലമേഷൻ എന്തായാലും ഉണ്ടാവും വർക്കൗട്ട് ചെയ്യുമ്പോൾ. ഇൻഫ്ലമേഷൻ കുറയണമെങ്കിൽ ഒമേഗ 3 നിർബന്ധമാണ്. അല്ലെങ്കിൽ എന്താ ഇൻഫ്ലമേഷൻ എന്താ കഴിക്കണേ വേറെ ഒന്നുമില്ലല്ലോ? ആ വീട്ടിലുള്ള പിന്നെ 10 മുട്ട തന്നെ ഉള്ളൂ. ആ പ്രോബ്ലം. ഒമേഗ 3 മസ്റ്റാ. ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. എടുക്കണം. 3,000 ആയി എനിക്കൊന്നുകൂടി ഒരു പൂതിക്കേ ലാസ്റ്റ് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്ട്രെങ്ത് ഒരിക്കലും കൂടി വരല്ല. സ്ട്രെങ്ത് കുറഞ്ഞ് വരിക. ഇപ്പോൾ ലാസ്റ്റ് സെറ്റ് എല്ലാവരും വെയിറ്റ് കൂട്ടിയാൽ അടിക്കാൻ പറയും. പക്ഷേ ലാസ്റ്റ് സെറ്റ് നമ്മൾ ശരിക്കും വെയിറ്റ് കുറച്ചാണ് അടിക്കണം. ഫിഷ് ഓയിലിന്റെ മെയിൻ തന്നെ ബെനിഫിറ്റ് ഇൻഫ്ലമേഷൻ കുറക്കുക. അതിന് മെയിൻ പണി അതാ. പിന്നെ ഹെൽത്തി ഫാറ്റ്സ് ആണ്. ഹെൽത്തി ഫാറ്റ്സോടെ നമുക്ക് കിട്ടേണ്ട ഉപയോഗം മൊത്തം അതിനോട് കിട്ടും. സോ അടുത്ത വർക്കൗട്ട് നമ്മൾ ചെയ്യാൻ പോണത് ലാറ്റ് പുൾ ഡൗൺ ആണ്. സോ അതിന് കുറച്ച് വെറൈറ്റി സെറ്റപ്പാണ്. നമ്മൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിരുന്നു. അതായത് കേബിളായിട്ട് മേലെ സെറ്റ് ചെയ്യും. അതിനൊരു ബെൻഡ് ബാർ വെച്ചിട്ട് ഓരോ ബെൻഡ് ബാറിലും നമ്മൾ ഹാൻഡിൽ സെറ്റ് ചെയ്തു. നമുക്ക് ആ ഒരു ഫ്രീ റേഞ്ച് ഓഫ് മോഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറേ പേര് പറയും ജസ്റ്റ് മറ്റേ ഈ ഹാൻഡിൽ വെച്ച് ചെയ്തുകൂടെ, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഈ ഹാൻഡിൽ വെച്ച് ചെയ്തുകൂടെ. ചെയ്യാം, അങ്ങനെ കിട്ടുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കി ഇങ്ങനെ നമുക്ക് കംഫർട്ട് ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ വേറെ കുഴപ്പമുണ്ട്. നമ്മൾ ഈ ഒരു സംഭവം എപ്പോഴും ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും. ഇങ്ങനെ ഫ്രീ ആയി കിട്ടണ്ടേ? ചെസ്റ്റിൻ്റെ സാധനം ബാക്കിന് സാധനം കേബിളിലെ കഥ ഞാനിങ്ങനെ നിൽക്കണുണ്ട് ഞാൻ ആൾക്കാർ തല്ലും. സോ ഇരുന്നിട്ട് ഫുൾ സ്ട്രെച്ച്, താഴ്ത്തുമ്പോൾ ചെറിയൊരു ബെൻഡിൽ കൊടുക്കുക. ഇങ്ങനെ ഫുൾ സ്ട്രെച്ച്. 3 4 5 6. അപ്പോൾ നമ്മൾ നോർമൽ പുൾ ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെയ്താൽ 8 വൈഡ് ആവും. 9 10. പിന്നെ വേണമെങ്കിൽ പുള്ളപ്പ് എടുക്കാം. അതായത് വൈഡ് മൂവ്മെൻറ്റ് വേണം നിർബന്ധം ഉണ്ടെങ്കിൽ പുള്ളപ്പ് എടുക്കാം.
ഇതൊന്ന് താഴ്ത്തി ഷോൾഡറും താഴ്ത്തിയിട്ട് വലിക്കുക. ആ ആണ്ടാ പോർഷൻ ഫുള്ളായിട്ട് എങ്ങനെ ചെയ്യാൻ കഴിയും. വിടുമ്പോൾ കിട്ടോ ഒന്ന് താഴ്ത്തിയിട്ട്. അപ്പോൾ ഇതും നമ്മൾ വടി ഒടിക്കണ പോലെ മുറിക്കൂല നമ്മൾ കൈ കൊണ്ട്. ഞാൻ മുറിക്കണ ആ ഒരു ഇത് വന്നിട്ട് അപ്പോൾ ലാച്ച് എൻഗേജ് ആവും. ആ ഇത് വന്നിട്ട് പിന്നെ പുള്ള് ചെയ്യുക. പിന്നെ അത് പഴയ പോലെ തന്നെ വിടുക. പിന്നെ താഴ്ത്തുമ്പോൾ അതുപോലെ വടി മുറിക്കുക, വലിക്കുക. ലാസ്റ്റ് സെറ്റാട്ടോ. വേണ്ടി പിന്നെ നമുക്ക് ഫ്ലൈ ചെയ്യാം. പിന്നെ ബാക്കിന് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാനാണ് ഡൗട്ട്. ഏതാണ്ട് ഫുൾ ഓവർ കൊടുക്കുക. എത്ര മതിയപ്പോൾ സ്ട്രക്സ് ഒന്നും വേണ്ടപ്പോൾ? സ്ട്രക്സ് ഈ പുഷ്പുള്ളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ സ്ട്രക്സ് വേണ്ടി വരും. പക്ഷേ ഇത് പുഷ്പുള്ളൊക്കെ അല്ല. ചെസ്റ്റ് ബാക്ക് പറയുമ്പോൾ ഇവിടെ അവിടെ ഇതൊക്കെ ഇതിൻ്റെ മേലേക്ക് അങ്ങോട്ട് ഷോൾഡർ അന്ന് ഫുള്ള് ഷോൾഡർ അടിച്ച് പൊളിക്കും. അത് സൈഡും ഫ്രണ്ടിന് രണ്ടെണ്ണം കൊടുക്കും, സൈഡിന് രണ്ടെണ്ണം കൊടുക്കും, റെയറിന് ഒന്ന് കൊടുക്കും. ഷോൾഡറിന് മാത്രം യൂസോ? ആ അതാണ് പറഞ്ഞത്. നമ്മൾ വീക്ക് പോയിന്റ് നോക്കിയാണ് നമ്മൾ ഇതാക്കണം. നമ്മുടെ ഷോൾഡർ മാത്രം അങ്ങനെ ദിവസം കൊടുത്ത് ആ ഷോൾഡറിനെ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുക, റേക്ക് റേൺ കൊടുക്കും ഫ്രീ സ്പീഡ് കൊടുത്താണ്ട്. അപ്പോൾ തന്നെ റെയർ അല്ലേക്ക് പോകുമ്പോൾ പോപ്പോട്ട് ചെയ്ത് നിൽക്കും. പിന്നെ എന്ത് ചെയ്യും, സൈഡ് 2 കളി എടുക്കും. ലാസ്റ്റ് എന്ത് ചെയ്യും, ഫ്രണ്ട് 2 കളി എടുക്കും. പിന്നെ ഷ്രഗ് ചെയ്താണ്ട് ഫിനിഷ് ചെയ്യും. ഷ്രഗ് ചെയ്താണ് പിന്നെ ഞാൻ മറ്റേത് കൊടുക്കും, അപ്പറേറ്ററോ ഡംബിലോണ്ട് അപ്പറേറ്ററോ കൊടുക്കും. എത്ര വർക്കൗട്ടായി? 2, 5, 6, 7 വർക്കൗട്ട്. ഷോൾഡർ മാത്രം 7 വർക്കൗട്ട് ഒരു ദിവസം. പക്ഷേ 7 വർക്കൗട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ചില വർക്കൗട്ട്സ് 2 സെറ്റ് ചെയ്യുള്ളൂ. ഇപ്പം ലാറ്ററൈസ് ചെയ്യാമല്ലോ, 2 ചെയ്യുന്നത്. അപ്പം ക്യാബിളും ചെയ്യലുണ്ട്, ഡംബിളും ചെയ്യലുണ്ട്. അതിൽ ക്യാബിളിൽ ചെയ്യുമ്പോൾ 2 സെറ്റ് ചെയ്യുള്ളൂ, ഡംബിൾ ചെയ്യുമ്പോഴും 2 സെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ടോട്ടൽ 4 സെറ്റ് ചെയ്യുള്ളൂ. ഫ്രണ്ടിനാണെങ്കിൽ ഇപ്പം പ്രസ് 2 സെറ്റും അതുപോലെ ഫ്രണ്ട് റൈസ് 2 സെറ്റും. 2 മതിയപ്പോൾ? ആ 2 പറഞ്ഞാൽ പക്കയായി കയറാം. മാക്സിമം വെയിറ്റിൽ ഇതിൽ ഫെയിലിയർ അങ്ങനെ ആയി കയറാം. അപ്പോൾ മതി. ഫേസ്ബുക്കിൽ ഞാൻ 3 സെറ്റോ 4 സെറ്റോ ചെയ്യും. ആ ഒറ്റ വർക്കൗട്ടേ ഉള്ളൂ. അപ്പോൾ നല്ല ഫോക്കസ് ചെയ്ത് കാണുന്ന അടിപൊളിയായി ചെയ്യും. പിന്നെ ഷ്രഗ് ആയ പോലെ തന്നെ ഒരു 3 സെറ്റ് ചെയ്യും. അതിന് കൂടുതൽ സൂപ്പർ സെറ്റ് ആണ് ഇത് ചെയ്യുക. അപ്പോൾ അതിനങ്ങ് അത്ര എഫേർട്ട് വരില്ല, ചെറിയ വെയിറ്റ് എടുക്കുള്ളൂ. കറക്റ്റ് സ്പ്ലിറ്റ് എങ്ങനെ വരിക? ചെസ്റ്റ് ബാക്ക് ഒരു ദിവസം, ഷോൾഡറും ആബ്സും ഒരു ദിവസം, പിന്നെ ആംസ് ബൈസും റൈസും മാത്രം ഒരു ദിവസം, പിന്നെ ലെഗ്, ഇതിന് കൂടെ കുറച്ച് ആബ്സ്. 4 ദിവസം കൊണ്ട് അത് റിപ്പീറ്റ് വരും. ചെല്ലിന് 2 വരും. ഇപ്പോൾ ചെസ്റ്റും ബാക്കിയപ്പോൾ 2 വരും. കണ്ടിന്യൂസ് ഇങ്ങനെ കളിച്ചു പോവാണ്. എപ്പോഴാണ് റെസ്റ്റ് വേണ്ടി അപ്പോൾ റെസ്റ്റ് കൊടുക്കും. അങ്ങനെ അല്ലാതെ ഫിക്സ്ഡ് ഇല്ല. ഇത് 4 ദിവസം വർക്കൗട്ട് ചെയ്യുള്ളൂ അങ്ങനത്തെ ഒന്നുമില്ല. ചിലപ്പോൾ 5 ദിവസം വർക്കൗട്ട് ചെയ്യും. ആവറേജിൽ 5 ദിവസം വർക്കൗട്ട് ചെയ്യില്ല ഞാൻ. ചിലപ്പം 4 ദിവസമായി മാറും. സോ അടുത്ത വർക്കൗട്ട് ഫുൾ ഓവർ ബാക്കിന് ലാസ്റ്റ് വർക്കൗട്ടാണ്. സൗദിക്ക് എന്തിനാ പോയി? ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാൻ പോയതാ. പിന്നെ മനസ്സിലായത് അന്ന് ഇവിടെ ട്രെയിനർ ചെയ്യാറില്ലേ? അതിന് മുന്നേ ഇവിടെ ഒരു 1.5 വർഷമായിട്ട് ബെൻഹസിൽ ട്രെയിനർ ആയിരുന്നു. ടൂല്. പിന്നെ ഉമ്രക്ക് പോയതാ. ഞാൻ ഉമ്ര ചെയ്യാൻ വേണ്ടിയാണ് ശരിക്ക് സൗദി പോയത്. അപ്പം അങ്ങനെ അവിടുന്ന് പരിചയം? അവിടുന്ന് എൻ്റെ വീഡിയോ കണ്ട് ഒരു 2 മാസം നിന്നാണ്ട് അങ്ങനെ വിളിച്ചത്. അങ്ങനെ പോയി. പിന്നെ വിസ എടുത്ത്. അപ്പോൾ കണ്ടന്റ് നല്ല സ്ട്രഗിൾ ഉണ്ടാവും. நிறைய കണ്ടന്റ് ഇട്ടീനി. പക്ഷേ നമ്മൾ റീജിയൻ ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഓഡിയൻസ് ചേഞ്ച് ആവും. പിന്നെ ഫുൾ അവിടുത്തെ ഓഡിയൻസ് കയറും. അപ്പോൾ ഇവിടേക്ക് വീഡിയോ വരാതായി. ബാക്കോട്ടെ. ഓക്കെ, ഈ വലിവ് കിട്ടണം. ഓക്കെ, എന്നിട്ട് വലിക്കുമ്പോൾ ഷോൾഡർ താഴ്ത്തി. ഇതിൽ ഷോൾഡർ താഴ്ത്തണം. എന്ന് പറഞ്ഞ പോലെ ഈ വടി മുറിക്കണ പോലെ ഇങ്ങനെ വരണം. ഈ മൊമെൻറ്റ് വരണം. അതുപോലെ ഷോൾഡർ താഴ്ത്തിയിട്ട് വലിവ് വേണം. വടി മുറിക്കണ പോലെ ലാച്ച് എൻഗേജ് ചെയ്തിട്ട് ഫുൾ ചെയ്യുക. ബാക്കിൽ മാക്സിമം ബെൻഡായി കൊടുത്തോ. ബെൻഡായി കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ആ സ്ക്വീസ് കിട്ടും. വേണ്ടോ, മാക്സിമം സ്ക്വീസ് കിട്ടും. ആ ലോവർ വരെ സ്ക്വീസ് കിട്ടും. അയ്യോ ഇവിടെ
അയ്യോ ഇവിടെ അയ്യോ ആ ഷോട്ട് താഴ്ത്തിയിട്ട് ചെസ്റ്റ് പൊക്കിയിട്ട് സ്ട്രെച്ച് സ്ക്വീസ് ഫീൽ ചെയ്യാം. സ്പീഡ് കൂടുതലോ? സ്ട്രെച്ചും സ്ക്വീസും ഫീൽ ചെയ്യാം. സ്പീഡ് മാക്സിമം കുറക്കാൻ നോക്കുക. ആ സ്ട്രെച്ച് ഈ സ്ക്വീസ് ആ ലോവർ തൊട്ട് ലോവർ ലാച്ച് കുറച്ച് മേലെ അവിടെ വയ്ക്കട്ടോ. അവിടെ വലിയുണ്ട്, അതേപോലെ തന്നെ വലിക്കുമ്പോഴും അവിടെ സ്ക്വീസ് ആവുന്നുണ്ട്. ഈ പുതിയ വർക്കൗട്ടുകൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒറ്റയ്ക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് പഠിച്ചതാണോ? എങ്ങനെയാണ്? ചെയ്ത് എക്സ്പീരിയൻസ് പഠിക്കണം. ഞാനൊക്കെ തുടങ്ങി അന്ന് മുതലുള്ള വർക്കൗട്ടൊക്കെ എപ്പോഴും ഉണ്ടാവും. നമുക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഏറ്റവും ഫീൽ കിട്ടണേ ആ വർക്കൗട്ട് കണ്ടുപിടിക്കുക, അത് ചെയ്യുക. ഇടക്ക് മാറ്റി കൊടുക്കണം വേരിയേഷന്. അതിന് ഇതേപോലെ 2 വർക്കൗട്ട് കണ്ടു വെക്കുക. അപ്പം എന്ത് ചെയ്യുക, മാറി മാറി കൊടുക്കാൻ പറ്റും. ഈ സ്പ്ലിറ്റ് ഒന്ന് ട്രൈ ചെയ്തോ. ചെസ്റ്റ് പൊക്കിയിട്ട് വലിക്കുമ്പോൾ ചെസ്റ്റ് പൊക്കിയിട്ട് ഷോൾഡറും ബാക്ക് ആയി കൊടുക്കുക. ഇവിടെ ചെസ്റ്റ് പൊക്കിയിട്ട് ബാക്ക് മുഷ്. അയ്യോ ആ സ്ക്വീസ് ഇട്ടെ. ആ സ്ക്വീസ് ഇട്ടെ. ഇത് ശരിക്കേ പക്ഷെ വലിയ ബാറുമാണ്, എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടുള്ളൂ. ഇത് ഈ ബാർ ചെറുതായതുകൊണ്ട് കുറച്ച് സ്ട്രഗിൾ ആയിക്കാരം. എനിക്ക് ഏത് നമ്മൾ ലോവർ ബാക്ക് ടൈറ്റ് ലോവർ ടൈറ്റ് പ്രശ്നമുണ്ട്. ഒന്നെങ്കിൽ എൻ്റെ അത് വീക്കായിട്ട് കയറാം, അതിന് കൂടുതൽ ടെൻഷൻ വരുന്നുണ്ടാവും. ലോവറിനൊന്നും ചെയ്യലില്ല വേറെ കാര്യം. നമ്മൾ വീക്ക് ആയാണല്ലേ. ഇപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഗ്ലൂട്ടിന് കുറേ വർക്കൗട്ട് ചെയ്തില്ല, ഇനി ഹിപ്പ് ത്രസ്റ്റ് അങ്ങനത്തെ ഒന്നും ചെയ്തില്ല. ഇനി അപ്പോൾ സ്ക്വാട്ട് ചെയ്യുമ്പോഴൊക്കെ അതിന് ടെൻഷൻ വരും, ഓവർ ടൈം വരും. അപ്പോൾ ഇത് കഴിഞ്ഞു. അടുത്ത വർക്കൗട്ട് ചെസ്റ്റിന് ഫ്ലൈസ്. അതോടെ നമ്മളെ വർക്കൗട്ട് ഫിനിഷ്. ഓക്കെ, സോ അടുത്ത വർക്കൗട്ട് ചെയ്യാൻ പോണത് ചെസ്റ്റ് ഫ്ലൈസ് മെഷീനിലാണ് ചെയ്യണത്. ലാസ്റ്റ് വർക്കൗട്ടാണ് നമ്മളെ. ഇതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞു. ഓക്കെ, ലോവറിന് വരിക. ഇത് നമുക്ക് ഫുള്ള് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോവറിനും കിട്ടും, മൊത്തത്തിൽ കിട്ടും. ഓ എത്ര വെയിറ്റ് പോകുന്നറിയില്ല. 50 കിട്ടിയാണ്. ഈ 50 ശരി 50, ഈ 50 ശരി 50. അല്ല അങ്ങനെ കേജിൻ്റെ അല്ലേ? ആ പക്ഷേ വ്യത്യാസം ഉണ്ടാവും, ഓരോ മെഷീനും വ്യത്യാസം ഉണ്ടാവും. യെസ് യെസ് യെസ്. ആ 4. അതെ അതെ. ഇവിടെ യെസ്
യെസ് യെസ് യെസ്. ഇനിയും പോകും. ഇനി എത്ര പോവും? 12 അങ്ങനെയല്ല. ദിസ് നോ 12, 10, 8 നത്തിങ് ലൈക്ക് ദാറ്റ്. വർക്കിംഗ് സെറ്റ് പറഞ്ഞാൽ ഫെയിലിയർ വരെയാണ്. അത്രേ ഉള്ളൂ. അത് വേണമെങ്കിൽ 12 ആവാം, 15 ആവാം. 15 മേലെ പോവുകയാണെങ്കിൽ വെയിറ്റ് കൂട്ടും. അതിന് വേണ്ടിയിട്ട് ഒരു 6 കിട്ടണില്ലാണ്ടെങ്കിൽ വെയിറ്റ് കുറക്കും. അങ്ങനെ കണ്ടുപിടിക്കാം. ഇനി കോമ്പറ്റീഷൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അടുത്ത വർഷം ഈ ഒരു ടൈം ആകുമ്പോൾ ഇറങ്ങാനുള്ള പ്ലാനാണ്. 1 വർഷം ടൈമുണ്ട്. 1 വർഷം ടൈം വരുമ്പോൾ അതിൽ എത്ര ബൾക്കിങ്ങും കട്ടിങ്ങും ഉണ്ടാവുക? ബൾക്കിങ്ങിന് ടൈം എടുക്കുക. കട്ടിങ് എനിക്ക് ഏകദേശം ഒരു 3 മാസം മതി. അതിന് മുന്നേ വരെ ബൾക്കിങ്, അതായത് ഒരു 9 മാസം ബൾക്കിങ്ങും ബാക്കി ഒരു 3 മാസം കട്ടിങ്. കോച്ചുണ്ടോ? കോച്ച് ഇപ്പം ആരുമില്ല. അല്ല ഇപ്പോൾ കോമ്പറ്റീഷൻ നോക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് നാറ്റി കോച്ചിൻ്റെ കീഴിലാണ് ചെയ്തത്, മലപ്പുറം ഐസിനൊക്കെ. പിന്നെ ജേക്ക് ബെയിലിൻ്റെ കീഴിലൊന്ന് ജോയിൻ ചെയ്തു. അത് 2, 6 മാസം. പിന്നെ അതും പ്ലാൻ കഴിഞ്ഞു, സ്റ്റോപ്പായി. ഇനിയിപ്പം ആരെ കീഴിലാണ് പോവാന്നില്ല ഇങ്ങനെ ആലോചിച്ചിട്ടാണ്. കാരണം കോച്ച് വരുമ്പോൾ എന്താ പറയുക, ഒന്നാമത് ഡയറ്റും വർക്കൗട്ടും അയച്ചു തരും. നമ്മളത് ഫോളോ ചെയ്യുക, അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളെ ബോഡി നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ചേഞ്ചസ് കാര്യങ്ങൾ പറഞ്ഞുതരും. പക്ഷേ ശരിക്കും നമ്മൾ കോച്ച് പറഞ്ഞാൽ ഒപ്പം വേണം. ഡെയിലി ഇങ്ങനെ കണ്ട് ഇങ്ങനെ നമ്മൾ ചേഞ്ചസ് ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ഒപ്പം ഒന്ന് വർക്കൗട്ട് ചെയ്യിപ്പിക്കണം. ഒപ്പം ഒന്ന് വർക്കൗട്ട് ചെയ്യിപ്പിക്കണം. അതുപോലെ തന്നെ ജെന്യൂൻ ആയിക്കാണ്ട് നമ്മളെ കറക്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണം. ഇങ്ങോട്ട് ഇടക്കുന്ന മെസ്സേജ് ചെയ്യാണ്ടൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്യണം. പക്ഷെ ഇത് നമുക്ക് ഓൺലൈൻ ട്രെയിനിങ് ആകുമ്പോൾ കിട്ടില്ല. ഓൺലൈൻ ട്രെയിനിങ് ആകുമ്പോൾ ചിലർക്ക് ചിലന്ന് കിട്ടും, പക്ഷെ ബിസി പീപ്പിളിൻ്റെ അടുത്ത് നമുക്ക് കിട്ടില്ല. നമ്മൾ അങ്ങോട്ട് തന്നെ കുറച്ച് നമ്മൾ കുറച്ച് അങ്ങോട്ട് ഇതാക്കണം. നാറ്റി കോച്ചിനെ ഞാൻ പീക്ക് വീക്കിൽ ഞാൻ സ്കൂട്ടർ എടുത്തുകൊണ്ട് ഇവിടുന്ന് ഞാൻ കോയമ്പത്തൂർ പോയതാണ്. സ്കൂട്ടറിന് മലപ്പുറത്തുനിന്ന് കോയമ്പത്തൂർക്ക്. അവൻ പീക്ക് വീക്കിൽ പോസിങ്ങിന് വേണ്ടിയിട്ട്, അതേപോലെ ബോഡി കണ്ടീഷൻ നോക്കാൻ വേണ്ടിയിട്ട്. നേരിട്ട് കാണുമ്പോഴും ഇതേപോലെ ഓൺലൈനിൽ കാണുമ്പോൾ വേറെ വേറെ തന്നെയാണ്. കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കിട്ടുക. എന്താണ് മിസ്റ്റർ മലപ്പുറം ആയിരുന്നത്? 2 കൊല്ലം മുന്നേ, ഏകദേശം 24 ഫിസിക്കലോ ക്ലാസിക്കലോ? മെൻസ് ഫിസിക്. ക്ലാസിക്കിന് പറ്റിയ ബോഡിയല്ല എൻ്റെ മെൻസ് ഫിസിക്കിന് പറ്റിയ ബോഡിയാണ്. ലെഗും ഇതൊക്കെ സ്ട്രക്ചർ ആ ഒരു വി ടേപ്പർ മെൻസ് ഫിസിക്കിന് പറ്റിയതാണ്. വേസ്റ്റ് വളരെ ചെറുതാണ്. ഇപ്പോൾ ഷോൾഡർ റേഷ്യോ, പിന്നെ പോസിങ്, നമുക്ക് ഏത് പോസിങ് നമുക്ക് ഏതാ കംഫർട്ട് നോക്കിയിട്ട് അത് വെച്ചിട്ടാണ്. പിന്നെ ബോഡി ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലാസിക്കിന് പറ്റിയ ബോഡിയാവും. ലെഗ് കുറച്ചും സൈസ് വെച്ചാണ്ട് കുറച്ചും കൂടി ഒന്ന് അപ്പർ ബോഡി ഒന്നുകൂടി ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ക്ലാസിക്കിന് പറ്റിയ ഫ്രെയിമായി കിട്ടും. ക്ലാസിക് ഫിസിക്കാണ്. അങ്ങനെ ബോഡി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ ബോഡി ചേഞ്ച് ആണെന്ന് വെച്ചാൽ ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ വഴികൾ ഇങ്ങനെ ചൂസ് ചെയ്ത് ഇങ്ങനെ പോകണം. അങ്ങനത്തെ കോളൊന്നുമില്ല കേട്ടോ. എനിക്ക് വേണമെങ്കിൽ ഒന്ന് കൂട്ടട്ടോ ഈ വെയിറ്റ്. എനിക്ക് തന്നെ അത്യാവശ്യം ഉണ്ട്. അത് 12 മതിയായിട്ടില്ല എനിക്ക്. One, 2, 9, ഇവിടെ 10. ആണ് റെപ്സ് നോക്കണ്ട. ആരും ഇത്ര ഫെയിലിയർ എത്ര അവരെ പുഷ് ചെയ്യാം.
അത് ഈ ഒരു ഇതിനുള്ളിൽ വരണമെന്നുള്ളൂ. അത് ഈ ഹൈപ്പർട്രോഫി റേഞ്ചിനുള്ളിൽ വരണം. 6-നും 15-ൻ്റെ ഇടയിൽ. എൻ്റെ കഴിഞ്ഞു. ഞങ്ങൾക്ക് സെറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ എല്ലാവരും കഴിഞ്ഞു. ഇത് പുതിയ അറിവ് കേട്ടോ. ഞാൻ വിചാരിച്ചു ആദ്യം ചെസ്റ്റിൻ്റെ ഫുള്ള് കഴിച്ചിട്ട് പിന്നെ ബാക്ക് പോയിട്ടുള്ള വിചാരിച്ചു. അല്ല, ഇത് ഇങ്ങനെ ഇതായതുകൊണ്ട്, ഈ സ്പിറ്റ് ആയതുകൊണ്ട്, 2 വലിയ മസിൽ ആയതുകൊണ്ട് ഇങ്ങനെ ആക്കാണ്. അപ്പോൾ ഇതിനുണ്ടോ, ഇതിന് ഞങ്ങൾക്ക് മാക്സിമം നോർമലി എടുക്കണമെങ്കിൽ കൂടുതൽ വെയിറ്റ് എടുക്കാൻ പറ്റി. കാരണം എന്താ, റെസ്റ്റ് ആക്കിയതുകൊണ്ട്, ആ ഗ്യാപ്പ് ഇട്ടുകൊണ്ട്, ഓപ്പോസിറ്റ് മസിൽ ട്രെയിൻ ചെയ്തുകൊണ്ട് ഇത് ഫുള്ള് ഇതിൽ ചെയ്യാൻ പറ്റി. ഞാൻ ആംസിന് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇതേപോലെ കൊടുക്കൽ. ബൈസ് ഒന്ന് ട്രൈസ്, ബൈസ് ട്രൈസ്. One, 2, 3, 4, 5, 6, 7, 8. ഞാൻ ഹാഫ് എടുത്താൽ മതി. 9, 10. ഓക്കെ. ഒന്നുകൂടി ഇതാക്കാൻ നോക്കണം. അതായത് ചെസ്റ്റ് ഒന്ന് സ്ക്വീസ് ഇട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കൈമുട്ട് തമ്മിൽ എന്ത് ചെയ്യുക, അടുപ്പിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ബൈസെപ്സ് കൊണ്ട് ചെസ്റ്റിനെ സ്ക്വീസ് ചെയ്യാൻ നോക്കുക. ഇത് മാത്രമേ നോക്കണുള്ളൂ. ഇതാക്കുമ്പോൾ നമുക്ക് ആ ഒരു പറഞ്ഞാൽ 2 സ്ക്വീസും കിട്ടൂല. ഇത് കൈ രണ്ടും മുട്ടിക്കാൻ നോക്കുമ്പോൾ കാരണം ചെസ്റ്റ് അകത്ത് കിടക്കാണ് കേട്ടോ. അപ്പം ചെസ്റ്റ് നമുക്ക് ഒന്ന് ഇത് വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ബൈസെപ്സ് കൊണ്ട് ഒന്നെങ്കിൽ ബൈസെപ്സ് കൊണ്ട് ഇങ്ങനെ ചെസ്റ്റിനെ സ്ക്വീസ് ചെയ്യാൻ നോക്കുക. അത് ഈ കൈമുട്ടുണ്ട് തമ്മിൽ എന്ത് ചെയ്യുക, അടുപ്പിക്കാൻ നോക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ചെസ്റ്റ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുക. മറ്റേത് എന്താവും, ഷോൾഡർ നമുക്ക് കുറച്ച് കൂടുതൽ ഫോക്കസ് പോവും. അതേപോലെ തന്നെ ഇത് വരും, ആ ഒരു പ്രോപ്പറായ ഇത് ഫോക്കസ് നമുക്ക് കിട്ടില്ല. വർക്കൗട്ട് ഡൺ. യെസ്, വർക്കൗട്ട് കഴിഞ്ഞു. സോ ഗൈസ്, നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞു. നല്ല അടിപൊളി വർക്കൗട്ടായിരുന്നു. പിന്നെ കാര്യം ചോദിക്കാൻ ഈ മുടി കണ്ടു പോകും. നമ്മളൊരു എക്സ്പെരിമെൻ്റ് ചെയ്തതാണ്. ആ എക്സ്പെരിമെൻ്റ് നമ്മളത് സക്സസ് ആയി. അവർ ഈ മുടിൻ്റെ ഈ ഒരു നേച്ചറിനനുസരിച്ച് ഇതാണ് കറക്റ്റ്, ഫേസ് ഷേപ്പിനനുസരിച്ച്. മറ്റെന്താ വെച്ചാൽ വൺ സൈഡ് അല്ലേ? മറ്റേ ഞാൻ ഫുൾ ടൈം വൺ സൈഡ്, അതായത് പറ്റ ചെറുതാക്കും. ഇവിടെ സൈഡ് പറ്റ ചെറുതാക്കും, ബാക്ക് പറ്റ ചെറുതാക്കും, ഇവിടെ മാത്രം കുറച്ചും മുടി വെക്കും. ഇങ്ങനെ സൈഡിലേക്ക് വാരാനുള്ള മുടി മാത്രം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൂട്ടിൽ ദശയുണ്ട്. അപ്പോൾ എനിക്ക് അധികം വളർത്തി കഴിഞ്ഞാൽ നീ ഇറങ്ങും. ആ ഒരു കാരണം കൊണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്ത് ചെയ്തു, റിസ്ക് എടുത്താണ്ട് എന്ത് ചെയ്യും, വളർത്താൻ കണ്ടുപിടിച്ചു. അപ്പോൾ പിടിച്ചു. പിന്നെ നമുക്ക് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അപ്പോൾ വർക്കൗട്ടിനെ കുറിച്ച് വർക്കൗട്ടിലായിട്ട് വരാം. വർക്കൗട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി വർക്കൗട്ടായിരുന്നു. നമ്മൾ അത്യാവശ്യം ഞാൻ വർക്കൗട്ട് എടുത്താൽ ഞാൻ തന്നെ പറയാം. എൻ്റെ ഇതിന് കേട്ട് മനസ്സിലായെന്ന് വെച്ചാൽ, ഞാൻ നോർമലി ചെയ്യുന്ന വർക്കൗട്ട് രീതി എന്ന് പറയുന്നത് കുറച്ചൊരു ഇഞ്ചറി വരാൻ ചാൻസ് ഉള്ള സംഭവമാണ്. അതായത് നല്ല വെയിറ്റ് ഇട്ടാണ്ട് കുറഞ്ഞ റെപ്പിൽ മാക്സിമം പുഷ് ചെയ്യുക, നല്ല കിതച്ച് എന്താ പറയുക എഫേർട്ട് ഇട്ടാണ് പുഷ് ചെയ്യുന്ന രീതിയിലാണ്. പക്ഷെ മൂപ്പരൊപ്പം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ടെക്നിക്കിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരുപാട് വെയിറ്റ് ഇട്ടാണ് ചെയ്യുന്നതിൻ്റെ പകരം കറക്റ്റ് ഫോമിൽ ആ കറക്റ്റ് മസിൽ പാട്ടിന് നല്ല മൈൻഡ് മസിൽ കണക്ഷനൊക്കെ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പം ഇഞ്ഞിൻ്റെ വർക്കൗട്ട് രീതിയും കുറച്ചുകൂടി എന്താക്കണം, ആ രീതിക്ക് മാറ്റി കൊണ്ടുവരണം. പണ്ട് ഞാനും ഇതേപോലെ ഹെവി വെയിറ്റ് ഇടുക, മാക്സിമം ഇൻറ്റൻസിറ്റി കൂടി വർക്കൗട്ട് ചെയ്യുക, ആ ഒരു തന്നെയാണ് എൻ്റെ ഒരു മെത്തേഡും. പിന്നെ ഞാൻ കുറച്ച് മാറ്റി ചിന്തിച്ചു. അതായത് നമ്മൾ മെയിൻ ഗോൾ ശരിക്കും എന്താണ്, മാക്സിമം ഇഞ്ചറി പ്രിവെൻറ്റ് ചെയ്തിക്കാണ്ട് മസിൽ ബിൽഡ് ചെയ്യുക. അപ്പോൾ അതിന് നിങ്ങൾ ഹെവി വെയിറ്റ് എടുത്തുകൊണ്ട് എപ്പോഴും ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചറി പെട്ടെന്ന് വരും. അപ്പോൾ പല തരം ടെക്നിക്സ് ഉണ്ട്. നമുക്ക് വെയിറ്റ് അധികം ഇടാതെ നമുക്ക് ആവറേജ് വെയിറ്റ് ഇട്ട് കാണാൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ടൈം അണ്ടർ ടെൻഷൻ കൂട്ടാം, അതുപോലെ തന്നെ റേഞ്ച് ഓഫ് മോഷൻ കൂട്ടാം. അങ്ങനത്തെ കുറേ ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മസിലിന് കിട്ടാത്ത സ്റ്റിമുലസ് കിട്ടും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം ഇഞ്ചറി പ്രിവെൻറ്റ് ചെയ്ത് കാണാൻ നിങ്ങൾക്ക് മസിൽ ബിൽഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ക്ലയൻസിനായാലും എല്ലാവർക്കും ആയാലും
ഇങ്ങനത്തെ കുറച്ച് ടെക്നിക്സ് പഠിച്ചെടുക്കണം. മറ്റേത് ഓര് പോയിക്കാണ്ട് എന്ത് ചെയ്യും, ഹൈ വെയിറ്റ് എടുത്താണ്ട് ഫോമോ നോക്കാം അടിച്ച് പിന്നിക്കാണ്ട് ഇഞ്ചുറി വരും. ആ വിചാരിച്ച പോലെ റിസൾട്ടും കിട്ടില്ല ചിലപ്പം. അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. മാക്സിമം ഇഞ്ചുറി വേണ്ടിയത് കണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആവറേജ് വെയിറ്റ് ഇല്ല, നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം വെയിറ്റ് ഇടുക. പക്ഷേ അത് ഈ പ്രോപ്പർ മൈൻഡ് മസിൽ കണക്ഷൻ ആവണം. ആ പ്രോപ്പർ മൈൻഡ് മസിൽ കണക്ഷനും അതേപോലെ പ്രോപ്പർ ഫോം വെച്ച് ചെയ്യുകയാണെങ്കിൽ ടൈം അണ്ടർ ടെൻഷന് മാക്സിമം കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ സ്ലോ ആൻഡ് കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് വെയിറ്റ് ഇടാൻ കഴിയുള്ളൂ. അല്ലാതെ ഹെവി വെയിറ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. സോ അതാണ് വർക്കൗട്ടിനെ കുറിച്ച് മെയിനായി പറയാനുള്ളത്. ഒപ്പം വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുണ്ട് ആ ഒരു എക്സ്പീരിയൻസിൻ്റെ വ്യത്യാസം. നമ്മൾ 1-2 കൊല്ലം പഠിച്ചെടുത്ത നമ്മൾ ആ ഒരു വർക്കൗട്ടിൻ്റെ സ്റ്റൈലും കറക്റ്റ് ഫോമിൽ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഉള്ള വർക്കൗട്ട് നമുക്ക് വേറെ മനസ്സിലാവും. അത് ചെയ്യണ സ്ലോലി ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെതായ മെച്ചമുണ്ട്. ഇപ്പോൾ ബോഡിമ കാണുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ബോഡി കണ്ടീഷൻ കാണിച്ചു കൊടുക്കാം അല്ലേ. ഒന്ന് എന്തായാലും നമുക്ക് കുറച്ച് ഫ്ലെക്സ് ചെയ്ത് കണ്ട് ഒന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാണ്ട് ഞാൻ ചെറുതായി കാലം ഇത് ചെയ്യുമ്പോൾ എന്തായാലും എടുത്ത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ഇറ്റ്സ് ടൈം ടു ടേക്ക് ഓഫ് അവർ പമ്പ് കവർ. ഇന്ത്യയിലേറെ വലിയ കട്ടിങ്ങിലാണ് മോന്. അപ്പോൾ ഏച്ചാൻ തന്നെ അപ്പോൾ ഇതിൻ്റെ അതേ ബോഡി ടൈപ്പാണ്. അതായത് എത്ര കഴിച്ചാലും തടിക്കൂല, ആലോചിക്കാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. നമ്മളും ഇതേപോലെ നമ്മളാണെങ്കിൽ കഴിക്കുന്നുണ്ട്. ഞാൻ എല്ലാം കഴിക്കുന്നുണ്ട് ഫുഡ്. കഴിച്ചിട്ട് ഇതാണ് അവസ്ഥ. മൈക്ക് എനിക്ക് മെയിനായിട്ട് ഷോൾഡർ ഏകദേശം എൻ്റെ ഓക്കെയാണ്. ഞാൻ കമ്പാരിറ്റീവ്ലി ഷോൾഡറൊക്കെ ഓക്കെയാണ്. പക്ഷേ ശരിക്കും ഇവിടെ നോക്കി കയറാണ്ട് ഇതാണ്ടല്ലോ റയറിനൊന്നും കൂടി കയറി കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു റൗണ്ട്സ് ഒന്നും കൂടുതൽ കിട്ടുക. ഫ്രണ്ട് ഓക്കെ ഉണ്ടോ? ഫ്രണ്ട് നോക്കുമ്പോൾ എൻ്റെ ആ ഏകദേശം ഫ്രണ്ട് എൻ്റെ എനിക്ക് ഡെവലപ്പ് ആയിക്കുണ്ട്, സൈഡ് ഏകദേശം ഡെവലപ്പ് ആയിക്കുണ്ട്. പക്ഷേ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടോ ഇത് കുറവാണ്. അപ്പോൾ അത് നല്ല രീതിക്ക് ഫോക്കസ് ചെയ്യണം. അപ്പോൾ പുള്ളിൻ്റെ എന്തൊക്കെ വേണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിന് ഇത് കൊടുത്തോണ്ട് പിന്നെ എന്ത് ചെയ്താൽ മതി, ബാക്കിൽ ചെയ്താൽ മതി. പ്രൈസ് കുഴപ്പമില്ല, പ്രൈസ് കുഴപ്പമില്ല, പ്രൈസ് കുഴപ്പമില്ല. പക്ഷേ ബൈസെപ്സ് ഞാൻ നേരത്തെ പറയുന്നുണ്ട് കൈ കുറച്ച് വലിപ്പില്ലാണ്ട്, കൈ നീളം കൂടുതലുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ്ട് മസിൽ കയറാണ്ടാവും. അതേപോലെ ബൈസെപ്സിന് അതേപോലെ നമുക്ക് ഹെവി വെയിറ്റിൻ്റെ ആവശ്യമില്ല. ഫോക്കസ് ഇത് മെൻസ്ട്രസിനെ പറ്റി ബോഡി ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, ഈ ഒരു വി ടൈപ്പ് ഉണ്ടോ, ഇത് ചെറുതും അപ്പുറം വലുതാണ്. ആ ഒരു വി ടൈപ്പ് കറക്റ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇങ്ങനെ നിന്നാണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അതിലേറെ വി ടൈപ്പ് കാണാം. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഷോൾഡർ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഷോൾഡർ കൊണ്ട് റൗണ്ട്സ് ഫുള്ളായിട്ടില്ല. റൗണ്ട്സ് ഒന്ന് ഫുള്ളായി കഴിഞ്ഞാൽ അതിപ്പോൾ കുറച്ച് കയറിയാടാണല്ല. എൻ്റെ ഫ്രണ്ടും വേറെ ഭയങ്കര വീക്കായിരുന്നു. ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഒന്ന് ആയത്. ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാണ്ട് അത് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ സെറ്റാവും. ബാക്കായിരുന്നു ഏറ്റവും വീക്ക് പാർട്ട്. നമ്മൾ ഫോമേഷൻ പോയപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നു. ഈ നിർത്തി നിൽക്കുമ്പോൾ എൻ്റെ മാത്രം ഇങ്ങനെ പോകും, ഇങ്ങനെ ബോക്സ് ആയിട്ട്. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ കറക്റ്റ് വീട്ടേക്കുണ്ടായിരുന്നു ഇങ്ങനെ നിൽക്കുമ്പോൾ. പക്ഷെ ഇപ്പം കുറേയൊക്കെ ഈ സാധനം എളുപ്പമായി. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോഴും കുറച്ചൊക്കെ എന്തായി കാണുന്നുണ്ട്, ഒരു ഫില്ലിങ് വന്നു. പിന്നെ നമ്മളിപ്പം ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ചെസ്റ്റും ബാക്കിന് മെയിൻ ഗോൾ പറഞ്ഞാൽ അപ്പർ ജസ്റ്റ് ഫോക്കസ് ചെയ്യുക, അതിന് കൂടെ ലാസ്റ്റിന് എടുത്ത് കൂട്ടുക. ഈ 2 ഗോളേ എനിക്ക് ഇപ്പോൾ ഉള്ളൂ. ആ ഒരു ഗോൾ ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഓവറോൾ ഫോക്കസ് ചെയ്താണ്ട് അങ്ങനെ നോക്കും. ഓരോ ടൈമിൽ ഓരോ ഇത് എന്താണ് വീക്കായി നോക്കിയിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിങ്ങനെ പോകണം. മനസ്സിലാവും. അപ്പം അപ്പുറം ഉണ്ടോ, അപ്പോൾ അപ്പുറം പിന്നെ അത്യാവശ്യം നല്ല കയറിയാണ് ഇപ്പോൾ ഉണ്ടാവും. ഫില്ലായിക്കാണ്ട് നമുക്ക് അത്രയും കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും മനസ്സിലാവും. അതിനനുസരിച്ചാണെങ്കിൽ അതിനനുസരിച്ചാണ് ഇത് കൊടുത്താൽ മതിയോ, സിംസ് കൊടുത്താൽ മതിയോ. പൻ്റെ കണ്ടോ ഫ്രണ്ട് പാൻറ്റിലേക്ക് ഉണ്ട്, അല്ല ഇത് റോമേണ്ട, ഇത് റോമേണ്ട. അപ്പം എനിക്ക് അത് അധികം ഫോക്കസ് ചെയ്തില്ലെങ്കിലും ഇത് ഫോക്കസ് ചെയ്യണം. അതായത് ഇനി കുറച്ച് ഇത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ആവും. ആ ലെവൽക്ക് അങ്ങനെ ഫോക്കസ് ചെയ്ത് കാണാൻ ഇനി മാറ്റി കൊടുക്കുക. എനിക്ക് അതേപോലെ ബാക്ക് ഫോക്കസ് ചെയ്യണം. എന്നാലും എനിക്ക് ടോട്ടൽ ഇത് നോക്കുമ്പോൾ
അടുത്ത് കിട്ടുള്ളൂ. എനിക്ക് ഇനി ബാക്ക് ഒന്ന് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ വീട്ടേപ്പിൾ ഇഞ്ഞും കൂടും. അപ്പം അങ്ങനെയൊക്കെയാണ്. ശരി, ഓവർ. അപ്പോൾ എന്തായാലും വർക്കൗട്ട് കഴിഞ്ഞു, നമ്മളെ പോസ്റ്റിംഗ് സെഷനും കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ പോയിട്ട് ഫുഡ് അടിച്ചാണ്ട് പിരിയാം. ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ.